ഹോംലി മീൽസ് ഒരു നായകനല്ലല്ലോ, അതിൽ സ്ക്രിപ്റ്റാണ് നായകൻ. അതൊരു കൂട്ടായ്മയാണ്, ഒരുപാട് പേരുണ്ട് ഇല്ലേ. എല്ലാവരുടെയും കൂടി ഇതിട്ട് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ആ സിനിമ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, ഹോംലി മീൽസിൽ എനിക്ക് അങ്ങനത്തെ ഒരു പരാതിയെ തോന്നിയിട്ടില്ല. അത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഐ ആം ഹാപ്പി. ലൈക്ക് ഞാൻ ചെയ്തിട്ടുള്ള ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. എനിക്കെപ്പോഴും അതിനൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഏത് ക്യാരക്ടറാണെങ്കിലും ചെയ്തിട്ടുള്ളതെല്ലാം ഞാനതിലൊരിക്കലും ചെയ്തതിൽ ഞാൻ റിഗ്രറ്റും ഫീൽ ചെയ്തിട്ടില്ല. സോ ഐ ആം ഹാപ്പി. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒരു വോയിസും ഇല്ല. ഞാനത് എന്തിനു പറയണം എന്ന് വിചാരിക്കും ആൾക്കാർ. ബിക്കോസ് ഞാൻ ഓൾറെഡി എന്താ പറയുക, എനിക്ക് അതിനുള്ള ഒരു ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹങ്കാരമാവില്ലേ. Gossip is the tax you are paid for known. എനിക്കിതുവരെ ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നാലും ഞാൻ അങ്ങനെ ഒന്നും കെയർ ചെയ്യുന്ന ഒരാളല്ല. ഗോസിപ്പ് അതുവരെ ഞാൻ എന്നെക്കുറിച്ച് അറിയാത്ത എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞറിയുമ്പോഴുണ്ടാവുന്ന അതുകൊണ്ട് ഞാൻ കൂടുതൽ ഫെയിം കിട്ടും അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. അതൊരു സൈഡിൽ അങ്ങനെ സംഭവിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കർമ്മങ്ങൾ നമ്മളൊരു സൈഡിൽ ചെയ്യുക, അതവിടെ സംഭവിക്കും. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഗോസിപ്പ് ഈസ് എ ടാക്സ് ദാറ്റ് യു ആർ പെയ്ഡ് ഫോർ നോൺ. അത്രേ ഉള്ളൂ. സിനിമ ഈസ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇത് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം അല്ലേ. സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടാലല്ലേ അതിന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ചാനലുകൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആണോ, അത്തരം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് തിയേറ്ററിൽ പോയി നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ 2.5 മണിക്കൂർ എല്ലാവരും ചിന്തിക്കുക, ഒരു എന്താ പറയുക, ഹാപ്പിയായി 2.5 മണിക്കൂർ ഒന്ന് പോയി കാണുക. അത് ഒന്നെങ്കിൽ അതുകൊണ്ട് ചിരിക്കാനുണ്ടാവണം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടാവണം, എന്തെങ്കിലും വേണം. ഹാപ്പി ആയിട്ട് കണ്ടിട്ട് തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. അങ്ങനെ സിങ്ക് ആവാത്ത ആൾക്കാരുണ്ടോ? നമ്മൾ സിങ്ക് ആവുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സിനിമയിൽ ഓരോരുത്തർ വരുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പം എനിക്ക് ആസ് ആൻ ആക്ടർ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഒരു സിനിമ പോയി ചെയ്യുന്നത്. അപ്പോൾ ആരും ആഗ്രഹമില്ലാണ്ട് വെറുതെ പോയിട്ട് സിനിമ ആരും വർക്ക് ചെയ്യില്ല. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ എല്ലാവരുടെ ആഗ്രഹവും അല്ലേ ഒരു പോസിറ്റീവായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആരും സിങ്ക് ആവാണ്ട് വെറുതെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ചെയ്യരുത്. ഇഷ്ടം ഉണ്ടായിട്ടല്ലേ ചെയ്യുന്നത്. സിനിമയുടെ ഏറ്റവും വലിയ ഗുണം, സിനിമ എല്ലാവരും കൂടുതലും ചെയ്യുന്നത് പാഷനാണ്, വെറുതെ ഒരു ജോലി മാത്രമല്ല. സിനിമ കൂടുതൽ ആളുകൾ സിനിമ ചെയ്യുന്നത് പാഷൻ്റെ പുറത്താണ്. അല്ലാതെ പിന്നീടുള്ള കാര്യങ്ങൾ പിന്നീട് സംഭവിക്കുകയാണ്, ഫെയിം ആണെങ്കിലും മണി ആണെങ്കിലും ഒക്കെ. പക്ഷെ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ എന്തായാലും നമ്മുടെ പാഷൻ ആണ് സിനിമയിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടം ഉണ്ടായിട്ട് തന്നെ ചെയ്യണം. ഇഷ്ടമില്ല, നമുക്ക് ആ സിനിമ വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. അപ്പം വെറുതെ എന്തിനാ മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെ ആൾക്കാരെല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. എനിക്ക് കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. 22 ഫീമെയിൽ കോട്ടയം ചെയ്തപ്പോഴും അന്ന റസൂലും ചെയ്തപ്പോഴും അവരൊക്കെയാണ് എൻ്റെ ഇപ്പോഴും ഏറ്റവും അടുത്ത എൻ്റെ സുഹൃത്തുക്കളെ, ഏറ്റവും അടുത്ത ആൾക്കാർ. ഈവൻ ഇപ്പോൾ ഹോംലി മീൽസിൽ വന്ന് നിൽക്കുവാണെങ്കിൽ നല്ല സുഹൃത്തുക്കളാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്ന സുഹൃത്തുക്കളല്ല, പക്ഷേ നല്ല സുഹൃത്തുക്കളാണ്. നമ്മളിനി ഭയങ്കര ഷ്രൂഡായിട്ട് ഇനി ഈ സിനിമ അങ്ങനെയല്ല, നല്ല 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 സുഹൃത്തുക്കളില്ല, നല്ല ജെന്യുവിനായിട്ടുള്ള കുറേ ആൾക്കാർ. അങ്ങനെയുള്ള എല്ലാ സിനിമകളിലും കിട്ടിയെന്നല്ല, അല്ലെങ്കിൽ എല്ലാ സിനിമയിലെ ആൾക്കാരായിട്ട് നമ്മൾ അങ്ങനെ ആവണം എന്നല്ല. വളരെ കുറച്ച് നമ്മുടെ പോലെയുള്ള ഒരു വേവ് ലെങ്ത്തും പരിപാടിയൊക്കെ തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കളാവും. അതെന്നും ഉണ്ടാവും. നമ്മൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് താൽക്കാലിക കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുതല്ലോ, എന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള നല്ല സുഹൃത്തുക്കളല്ലേ. സോഷ്യൽ നെറ്റ്വർക്കിൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഓൾമോസ്റ്റ് എല്ലാ സോഷ്യൽ ഇതിലും, ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും ഒക്കെ തന്നെയും ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ശരിയാണ്, ഒരു സിനിമ ഒരു പരിധി കൂടുതൽ നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കര മടുപ്പ് തോന്നും. പിന്നെ ഒരു പരിധി വരെ അത് നല്ലതുമാണ്.
അപ്പം നമുക്ക് കൂടുതലേ അതിൽ കൂടുതലാവാണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ തലയിൽ കയറ്റാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്കത് കാണാൻ ആസ്വദിക്കുക. കൂടുതലായി കഴിഞ്ഞാലാണ് നമ്മളെ ബാധിക്കുക. നമ്മളത് നമ്മളിലോട്ട് ഭയങ്കരമായിട്ട് എടുക്കാണ്ടിരിക്കുക. അത് നമ്മൾ കുറേ ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാം, പഴയ ഫ്രണ്ട്സിനായിട്ട് ആണെങ്കിലും പുതിയ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാം. അതിൽ പരം സിനിമയെ അറുത്ത് മുറിച്ച് സിനിമ ചിലവരൊക്കെ എഴുതുന്ന കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ സിനിമ ഭയങ്കര ഇതാണ് അല്ല, പക്ഷെ അത് അത്രയും കാര്യമാക്കി എടുക്കണ്ട എന്നുള്ളതാണ്. എന്തിനാ നമ്മളത് കൂടുതൽ കാര്യമായിട്ട് എടുക്കണ്ടേ? നമ്മളതിൽ ഏറ്റവും നമുക്ക് നല്ലത് തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതല്ലേ. ആർക്കും ആരെയും കൂടുതൽ വളർത്താനോ നശിപ്പിക്കാനോ സാധിക്കില്ല. നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ.